ഹായ്, എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ഡിസീസാണ് ഡയബറ്റിസ്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അപ്പോൾ ഡയബറ്റിസ് തുടക്കത്തിൽ നമുക്ക് അതിൻ്റെ പ്രീ ഡയബറ്റിസ് സ്റ്റേജിലൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ നമ്മുടെ മരുന്നുകളൊന്നുമില്ലാതെ തന്നെ എക്സസൈസും ജിം വർക്കൗട്ടും അല്ലെങ്കിൽ നടത്തമൊക്കെ കൊണ്ട് നമുക്ക് മാറ്റാം, ഡയറ്റ് മോഡിഫിക്കേഷനൊക്കെ. പക്ഷേ അത് പോകെ നമ്മൾ ഒരു ശ്രദ്ധയുമില്ലാതെ ജങ്ക് ഫുഡ് കഴിക്കുക, എക്സസൈസ് ഇല്ലാതെ ചെയ്യുകയൊക്കെയാണെങ്കിൽ ഈ ഡയബറ്റിസിൻ്റെ ഏറ്റവും സീരിയസ് ഇഷ്യൂവിലേക്കൊക്കെ പോകും. പക്ഷെ അത് നമ്മൾ തിരിച്ചറിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ഓരോ അവയവങ്ങളിലേക്ക് പ്രശ്നമാകും. അത് കണ്ണിന് പ്രശ്നമുണ്ടാക്കും, അല്ലെങ്കിൽ ഉള്ളിൽ ലിവർ, കിഡ്നി അങ്ങനെയുള്ള അവയവങ്ങളിലേക്ക് ഇതിൻ്റെ മാരകമായ വിപത്ത് വരും. അപ്പോൾ ശരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത് നമ്മൾ ഒരുപാട് കഴിക്കുന്ന, അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് വേണം, പക്ഷെ നമ്മുടെ വിശപ്പിനും അധികമായി നമ്മൾ കഴിക്കുന്ന മധുരവും ചോറും അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഭക്ഷണം അത് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുന്നു. അത് നമ്മുടെ അവയവങ്ങളിൽ സ്റ്റോറായി കിടക്കുന്നത് കൊണ്ടാണ് ഇത് അവസാനം ഡയബറ്റിക്കും അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ എല്ലാവരിലും കാണുന്ന ഒരു വയറ് ആണ് നമ്മുടെ ബെല്ലി ഫാറ്റ്. ഈ ബെല്ലി ഫാറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുറമേ കാണുമ്പോൾ ഇൻസർട്ടൊക്കെ ചെയ്ത് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു വിസറൽ ഫാറ്റ് ഉണ്ട്. അതായത് നമ്മുടെ സ്കിന്നിന് പുറത്തുള്ള ഫാറ്റ് നമ്മൾ കുറച്ച് എക്സസൈസ് ചെയ്യുകയും കാർഡിയോ ചെയ്തു കാലോറി ഡെഫിസിറ്റ് ഡയറ്റൊക്കെ ചെയ്ത് നമുക്ക് ശരിയാക്കാം. പക്ഷേ അത് ചെയ്ത് കൺസിസ്റ്റൻ്റായിട്ട് നമുക്ക് പുറമേ ഒന്നും കണ്ടില്ലെങ്കിലും നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ ഈ പാൻക്രിയാസ്, കിഡ്നി, ലിവർ ഇതിൻ്റെ അകത്തേക്ക് ഈ വിസറൽ ഫാറ്റ് കയറുമ്പോഴാണ് നമുക്ക് ബ്ലോക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ ഹാർട്ടിൽ ബ്ലോക്ക്, മറ്റു സ്ഥലത്ത് ബ്ലോക്കൊക്കെ ഉണ്ടായി ബ്ലഡ് ഫ്ലോ കറക്റ്റായിട്ട് വരാതെ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റി എല്ലാ ദിവസവും, അത് വാക്കിംഗ്, റണ്ണിങ്, സൈക്ലിംഗ്, സ്വിമ്മിങ് അല്ലെങ്കിൽ ജിം വർക്കൗട്ട്, യോഗ